ശ്വേത മേനോന് മുന്നറിയിപ്പുമായി നടി ഉഷ ഹസീന രംഗത്ത് വന്നു. സ്ഥാനമൊഴിയാതെ കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ സംഘടനയിലെ സ്ത്രീകൾ സംഘടിച്ച് അമ്മയുടെ ഓഫീസിൽ സത്യാഗ്രഹ സമരം നടത്തുമെന്ന് ഉഷ ഹസീന മുന്നറിയിപ്പ് നൽകി. സംഘടനയുടെ നിലനിൽപ്പാണ് ആവശ്യം, അത് തകർക്കാൻ ആരെയും സമ്മതിക്കില്ലെന്നും ഉഷ ഹസീന ഫേസ്ബുക്കിലൂടെ വ്യക്തമാക്കി. ഒരു പാവം പെൺകുട്ടിയെ കൂട്ടത്തോടെ ആക്രമിച്ച കമ്മിറ്റിയാണിത്. വുമൺ കാർഡ് പറയാൻ ഒരു യോഗ്യതയും ആ കമ്മിറ്റിക്കില്ല. കടിച്ചു തൂങ്ങാനാണ് ഉദ്ദേശമെങ്കിൽ ഞങ്ങൾ സ്ത്രീകൾ സംഘടിച്ചെത്തി അമ്മയുടെ ഓഫീസിൽ സത്യാഗ്രഹ സമരമിരിക്കും. 10 മാസം കൊണ്ട് തന്നെ ഞങ്ങൾ ഇത്രയും നാണം കേട്ടു. അത്രയ്ക്ക് നാറിയ കഥകളാണ് ആ ഓഫീസിൽ നിന്ന് പുറത്തേക്ക് വന്നത്. ഇനിയും വയ്യ ഞങ്ങൾക്ക്. സംഘടനയുടെ നിലനിൽപ്പാണ് ആവശ്യം, അത് തകർക്കാൻ ഞങ്ങൾ ആരെയും സമ്മതിക്കില്ല, ഉഷ ഹസീന വ്യക്തമാക്കി. അതേസമയം തനിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ നിരപരാധിത്വം തെളിയിക്കാതെ അമ്മ പ്രസിഡന്റ് സ്ഥാനം ഒഴിയില്ലെന്ന് ശ്വേത മേനോൻ വ്യക്തമാക്കിയിരുന്നു. അഡ്ഹോക് കമ്മിറ്റി നിയമവിരുദ്ധമാണെന്നും ശ്വേത ആരോപിച്ചിരുന്നു. കുറ്റാരോപിതരായ ചിലർ സംഘടനയെ തട്ടിയെടുക്കാൻ അനുവദിക്കില്ലെന്നും താൻ അമ്മയുടെ പ്രസിഡന്റ് ആണെന്ന് പറഞ്ഞ് അവസാനിപ്പിക്കുന്ന ഫേസ്ബുക്ക് കുറിപ്പിൽ ശ്വേത വ്യക്തമാക്കിയിരുന്നു. താൻ ജനങ്ങളെ വഞ്ചിച്ചെന്ന ആരോപണം പൂർണ്ണമായി തള്ളിയാണ് ശ്വേതയുടെ പ്രതികരണം. ജൂൺ 21 നടന്ന ജനറൽ ബോഡി മീറ്റിംഗിൽ ഭരണസമിതിയെ പുറത്താക്കാൻ മുൻകൂട്ടി തയ്യാറാക്കിയ അജണ്ടയുമായാണ് ചിലർ എത്തിയതെന്ന് ശ്വേത ആരോപിച്ചു. യോഗത്തിൽ വിതരണം ചെയ്ത പ്രമേയത്തിന് ബൈലോ പ്രകാരം ആവശ്യമായ 2/3 ഭൂരിപക്ഷം ലഭിക്കാത്തതിൽ അതിന് നിയമസാധുതയില്ല. അമ്മയുടെ ബൈലോയിൽ അഡ്ഹോക് കമ്മിറ്റി എന്നൊരു സംവിധാനമില്ല. ഒരു കമ്മിറ്റി രാജിവെച്ചാൽ പുതിയ തെരഞ്ഞെടുപ്പ് വരെ പഴയ ഭരണസമിതി തന്നെ തുടരണമെന്നാണ് നിയമം. ജൂലൈ 1 കൈനീട്ടവും ഇൻഷുറൻസും ഉൾപ്പെടെയുള്ള ചാരിറ്റി പ്രവർത്തനങ്ങൾ കൃത്യമായി നടത്തുന്നുണ്ടെന്നും ശ്വേത വ്യക്തമാക്കി. അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളെ വഴിതെറ്റിക്കുകയാണെന്ന് ആരോപിച്ച ശ്വേത സംഘടനയെ കൈക്കലാക്കാൻ ആരെയും അനുവദിക്കില്ലെന്നും മുന്നറിയിപ്പ് നൽകി. അതിനിടെ താരസംഘടനയായ അമ്മയിൽ നിന്ന് ജയൻ ചേർത്തലയും കൈലാഷും രാജിവെച്ചു. 500-ലധികം അംഗങ്ങൾക്ക് മുന്നിൽ വാർഷിക പൊതുയോഗത്തിൽ കമ്മിറ്റി രാജി പ്രഖ്യാപിച്ചതാണ്. ഇനിയും തുടരാൻ താൽപ്പര്യമില്ലെന്ന് ജയൻ ചേർത്തല വ്യക്തമാക്കി. സംഘടനയുടെ ഇമെയിലിലേക്കാണ് ഇരുവരും രാജിക്കത്ത് അയച്ചത്. രാജി പ്രഖ്യാപിച്ച ഭരണസമിതിയിൽ ഉണ്ടായിരുന്നവരാണ് ഇരുവരും. ശ്വേത മേനോൻ അടക്കമുള്ളവർ സംഘടനയ്ക്ക് രാജിക്കത്ത് നൽകിയിട്ടില്ലെന്ന് അഡ്ഹോക് കമ്മിറ്റി അംഗങ്ങളായ രമേശ് പിഷാരടിയും ഗണേഷ് കുമാറും ആരോപിച്ചിരുന്നു. ഇതിനോട് പ്രതികരിക്കവെയാണ് ശ്വേത താൻ രാജിവെച്ചിട്ടില്ലെന്ന കാര്യം വ്യക്തമാക്കിയത്. നിരപരാധിത്വം തെളിയിക്കാതെ രാജിവെക്കില്ല എന്ന നിലപാടിൽ ശ്വേത ഉറച്ചു നിൽക്കുകയാണ്. ഇതോടെയാണ് അമ്മയിൽ ഭരണപ്രതിസന്ധി ഉടലെടുത്തത്. ഭരണസമിതി ഔദ്യോഗികമായി രാജി നൽകാതെ നിയമവിരുദ്ധമായി അഡ്ഹോക് സമിതി ചേർന്നതിനെതിരെ ശ്വേത നിയമ നടപടികളിലേക്ക് നീങ്ങിയേക്കും. നിരപരാധിത്വം തെളിയിക്കാതെ താൻ പിന്മാറില്ല എന്നാണ് ശ്വേത ഫേസ്ബുക്ക് പോസ്റ്റിൽ പറഞ്ഞിരുന്നത്. ഇതിനിടെ സംഘടനയിൽ കൂടുതൽ രാജിക്കും സാധ്യതയേറുകയാണ്.